ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പ്രത്യേകം പറയണം കേട്ടോ. പിന്നെ എൻ്റെ കാലിന് കുഴപ്പമില്ല, കാലൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ, പിന്നെ ഇങ്ങനെ രാവിലെ ഓരോ ജോലികളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഏട്ടന് ജോലിയില്ല, ഏട്ടൻ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ ഏട്ടന് ജോലിയില്ല, അപ്പോൾ ഏട്ടനുണ്ട്. മോൾക്ക് നൈറ്റ് കഴിഞ്ഞ് ഏട്ടനും മോളോടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ കൊച്ചുമോൻ ഇവിടെ ഉണ്ട്. എടാ കൊച്ചേ, ഇടാ അവിടെ, എടാ അവിടെ ഇടാൻ. ഭയങ്കര കുരുത്തക്കേടാണ് കൂട്ടുകാരെ. ഞാൻ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കല്ലും മണ്ണും തോട്ടിലിറങ്ങുമ്പോൾ വാരിയിടും. അവൻ തോട്ടിൽ നിന്ന് ഇവിടുന്ന് തോട്ടിലോട്ട് വാരി അവനിടും. മീനിനെ അതിനെ കയറിയുവാന്നും പറഞ്ഞുകൊണ്ട്. മീനല്ല, ഞണ്ടാണെന്ന്. ആ ചേട്ടനാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അതിലൊരു തോട്ടിവിടെ കുഞ്ഞ് ഞണ്ടം കണ്ട് പോയത്, വേണ്ട മൂന്നറാം ഞണ്ടെന്ന്. അവൻ അന്നേരം തൊട്ട് കല്ലുവറ കയറി തുടങ്ങിയതാണ്. കുറച്ച് ചീരയില ഇങ്ങനെ അരിഞ്ഞ് വെട്ടമില്ല അല്ലേ കൂട്ടുകാരെ, അരിഞ്ഞ് തോരൻ വെക്കാനേ കുറച്ച് അരിഞ്ഞില്ലേ. ആ മോൻ്റെ ഇങ്ങോട്ട് നീങ്ങുന്നില്ല, അപ്പം മോൻ്റെ വീഡിയോ കിട്ടും. കണ്ടോ? പറ കൂട്ടുകാരോട് എന്തോ പറയാനുള്ളതെന്ന്, ആൻറ്റിമാരോടൊക്കെ എന്തോ പറയാനുള്ളത്, എന്താ പറഞ്ഞ്. ആൻറ്റിമാരെയൊക്കെ തിരക്കിയെന്ന് പറയടാ. ആൻറ്റിമാരെയൊക്കെ തിരക്കിയെന്ന് പറ. പറയാൻ വയ്യേ? അവനല്ലാത്തപ്പോൾ അവന് ഭയങ്കര ചാട്ടമാണ്. ഫോൺ ഓണാക്കി കഴിയുമ്പോൾ അവന് പറയുന്നില്ലേ, ഫോൺ ഓണാക്കി കഴിയുമ്പോൾ അവന് സംസാരിക്കണ്ട. ചീരയിലേ കൂട്ടുകാരെ, ഇത് ഇങ്ങനത്തെ വേലിച്ചീര. അപ്പം നമ്മുടെ തൊമരപ്പയറിട്ട തോരൻ സൂപ്പറാണ്. മത്തേയിലയുണ്ട്, ചീരയിലയുണ്ട്, പയറിൻ്റെ ഇലയുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ടുള്ള തോരനാണേ. ഞാൻ കൂട്ടുകാരെന്ന് വെച്ച് നോക്കണേ. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. തോട്ടിൽ നിന്ന് മണ്ണ് വാരുകയാണ് കൂട്ടുകാരെ. കുറേശ്ശെ മണ്ണുണ്ട്, അപ്പോൾ അതിങ്ങനെ വാരുക. നമുക്ക് മുറ്റത്തിൻ്റെ ഫ്രണ്ടിലിടാൻ ഇവിടെയും കുറച്ച് വാരിയിട്ടു. അടുത്തത് ഇവിടെ വാരിയിട്ടു. അയ്യോ, ഉറുമ്പ് കടിച്ചേ. അങ്ങനെ തന്നെ വേണോ? ഇല്ല കൂട്ടുകാരെ, കുറച്ചേ ഉള്ളൂ. അത് ഉള്ളതിങ്ങനെ വാരി എടുക്കാമെന്ന് വിചാരിച്ചു. മുറ്റത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത മണ്ണായിട്ട് കിടക്കുക. അത് തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്, കുഴി പോലെ. അപ്പം ഇവിടെ ഇച്ചിരിച്ച് മണ്ണിട്ട് കിളത്തിയാൽ അത്രയും അഴുക്ക് വെള്ളം വന്ന് നിൽക്കത്തില്ലല്ലോ, കരിവെള്ളം പോലെയല്ല, ചാരത്തിൻ്റെ എല്ലാം. കപ്പയും മീൻകറിയുടെ ചാറും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന്. അത് നന്നായിട്ട് വയറ് നിറച്ച് അവൻ കഴിച്ചോളും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ കപ്പയും ബീഫ് കറിയും കഴിക്കുക. ബീഫ് അങ്ങോട്ട് ചവ വിടുന്നില്ലെന്ന് പറഞ്ഞ് വഴക്കാം. അപ്പോൾ അതിൽ നിന്നുള്ളൊരു കരളിൻ്റെ ഒരു ചെറിയ കഷ്ണം അതെടുത്ത് തിന്നുകൊണ്ടിരിക്കുക. ബീഫ് കറിയുടെ അതിൻ്റെ ചാറാണ് അവൻ കൂടുതലും കഴിക്കുന്നത്. കപ്പയും മീൻകറിയുടെ ചാറുമാണ് ഭയങ്കര ഇഷ്ടം. നല്ലപോലെ കുഞ്ഞ് വയറ് നിറച്ച് കഴിച്ചോളൂ അവന്. നമ്മുടെ സുനിത ചേച്ചി തന്ന തൈരാണ് കൂട്ടുകാരെ. ഇതെന്ന് രാവിലെ എന്നോട് പറഞ്ഞു തൈര് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാല് വേത്തോണ്ട് പോയില്ല. അപ്പം മരുമോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ തന്നെ പാത്രത്തിൽ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. നല്ല നല്ല കട്ട തൈരാണ് കൂട്ടുകാരെ കേട്ടോ, നല്ല കട്ട തൈര്. പൈസയ്ക്കൊന്നുമല്ല ചേച്ചി, ഇത് ഞങ്ങൾക്ക് വെറുതെ തരുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ നല്ല കട്ട തൈര്, നല്ല പുളി, നല്ല തൈരാണ് കൂട്ടുകാരെ. ഇത് ഭയങ്കര പുളിയെന്നോ? അതിനൊന്ന് തുള്ളിച്ചാടിയേ. നല്ല കട്ട തൈരാണ് കൂട്ടുകാരെ. അപ്പോൾ ഇത് കുഞ്ഞിന് തരുന്നതാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് തൈര്. കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ ഇച്ചിരി എടുത്ത് കഴിച്ചു. അങ്ങനെ അവൻ മാത്രം കഴിച്ചാൽ പോരല്ലോ, നമുക്കും ഇച്ചിരി കഴിക്കണ്ടേ. അങ്ങനെ പിന്നെ ഞാനും ഇച്ചിരി എടുത്ത് കഴിച്ചു. നല്ല തൈരാണ്. അപ്പോൾ ഇങ്ങനെ നല്ല കട്ട തൈരാണ്ട് കോരി കുടിക്കാനും നല്ലതാണ്. മഴയായിട്ട് ഒരാൾ കയറി ഇരിക്കുന്നുണ്ടോ കൂട്ടുകാരെ അവിടെ ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.